ഒരു ബ്രാൻഡ് ന്യൂ ഓഡി Q5 അതും 25 ലക്ഷം രൂപയ്ക്ക് ഡിസ്കൗണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് തരട്ടെ. ആ ഓഡി Q5 ആകെ കൂടി ഓടിക്കുന്നത് 9000 കിലോമീറ്റർ ആണ്. So today we'll be presenting you with the Audi Q5 and this is Lux Moto. Hold me close till I get up. Time is barely on our side. I don't wanna waste what's left. ഓഡി Q5 എഞ്ചിനും പോർഷെ മക്കാൻ്റെ ബേസ് വേരിയൻ്റ് എഞ്ചിനും രണ്ട് സെയിം ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ. സോ ബേസിക്കലി ഓഡി Q5ൻ്റെയും മക്കാൻ്റെ ബേസ് വേരിയൻറ്റിൽ വരുന്ന എഞ്ചിൻ രണ്ടും സെയിം ആണ്. ഇറ്റ്സ് എ 2 ലിറ്റർ ടർബോ ചാർജ് ഇൻലൈൻ 4 എഞ്ചിൻ. മക്കാൻ്റെയും ഓഡി Q5ൻ്റെയും എഞ്ചിൻ രണ്ടും സെയിം ആണെങ്കിലും പവർ ഫിഗേഴ്സിലും ട്യൂണിങ്ങിലും വ്യത്യാസമുണ്ട്. ഓഡി Q5ൻ്റെ പവർ ഫിഗേഴ്സ് വരുമ്പോഴത്തേക്കും ഇറ്റ് പ്രൊഡ്യൂസസ് 246 bhp of power and 370 Newton meter of torque. And it is also equipped with a 7-speed DCT gearbox. So Lux Moto നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ക്വാളിറ്റി, ലോ കിലോമീറ്റർ റൺ, നോ മേജർ ആക്സിഡൻറ്റ്സ് ആൻഡ് നോ മേജർ റീപ്ലേസ്മെൻറ്റ്സ്. ഈ ഇത്രയും കാര്യങ്ങൾ അഷ്യൂർ ചെയ്തുള്ള ടോപ്പ് നോച്ച് വണ്ടികളായിരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ വണ്ടിയുടെ ഫ്രണ്ട് പോർഷനിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇത്ര ഒരു മാസീവ് ഫേസ് കാണാം. അതിനൊപ്പം തന്നെ ഒരു ചെറിയൊരു ലോഗോ കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ക്വാത്രോ. സോ ബേസിക്കലി ക്വാത്രോ എന്ന് പറയുന്നത് ഓഡിയുടെ ഓൾ വീൽ ഡ്രൈവ് ടെക്നോളജീനെ പറയുന്നൊരു പേരാണ്. സോ ലോ കിലോമീറ്റർ ഓടിയ വണ്ടിയായതുകൊണ്ട് ടയേഴ്സിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ടയേഴ്സ് ആർ ഇൻ വെൽ ഇൻടാക്ട് കണ്ടീഷൻ. ആൻഡ് ഓൾസോ ഈ വണ്ടിയിൽ കുറച്ച് അഡീഷണൽ ഫിറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ വർത്ത് ഓഫ് 3.5 lakhs. അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഒന്ന് പറയുന്നത് അതിൻ്റെ S-Line ബാഡ്ജിങ് ആണ്. രണ്ടാമത്തെ അതിൻ്റെ സ്പോർട്ടിയർ സ്റ്റിയറിംഗ് വീൽ, അത് ഡിറൈവ് ചെയ്തിരിക്കുന്ന RS5 എന്നതാണ്. സോ RS5ൻ്റെ സ്റ്റിയറിംഗ് വീൽസ്. ആൻഡ് ഓൾസോ ഇതിൽ സ്പോർട്ടിയർ ഫുട് പെഡൽസ് ആണ് വരുന്നത്. ആൻഡ് ഇതിൽ ഒരു കാര്യം കൂടി ഇൻസ്റ്റാൾ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ഡോറിൽ പഡിൽ ലാംപ്സ് ഇൻസ്റ്റാൾഡ് ആണ്. സോ ഇറ്റ് ലുക്സ് വെരി അട്രാക്റ്റീവ്. ബേസിക്കലി ആ വണ്ടിയുടെ ഓവറോൾ എലഗൻറ്റ് ഫീലും നമ്മുടെ റെയർ എൻഡിലും വിസിബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ബൂട്ട് സ്പേസിലേക്ക് വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബൂട്ടാണ് നമുക്ക് ഇതിന് വരുന്നത്. ഓൾസോ ഇതിൻ്റെ മുകളിൽ നമുക്കൊരു പാർസൽ ട്രേ ഓപ്ഷനും കൂടി പ്രൊവൈഡഡ് ആണ്. നമ്മുടെ ഈ ഒരു സ്റ്റെപ്നി യൂണിറ്റ് തുറക്കുമ്പോഴത്തേക്ക് നമുക്കിനത് കാണാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയുണ്ട്, സബ് വൂഫേഴ്സ്. ഈ വണ്ടിയിൽ സബ് വൂഫേഴ്സും എക്യുപ്ഡ് ആണ്. സോ ഒരു ഫൺ ഫാക്ട്, ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും വണ്ടിയിലെ ചില പോർഷൻസിൽ സ്റ്റിക്കർ പോലും ഇറക്കിയിട്ടില്ല. സോ ഇൻറ്റീരിയേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം, സ്റ്റിയറിംഗ് വീൽ, അതാണ് ഫസ്റ്റ് നമ്മളെ അട്രാക്ട് ചെയ്യുന്നത്. ആ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്പോർട്ടി സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്, അതും വിത്ത് പാഡൽ ഷിഫ്റ്റേഴ്സ്. സോ നെക്സ്റ്റ് ഇതിൻ്റെ ഒരു അട്രാക്റ്റീവ് ഫീച്ചർ എന്ന് പറയുന്നത് ഇൻറ്റീരിയറിൽ ഒരു ബ്രൗൺ ലെതർ ഫിനിഷ്ഡ് സീറ്റ്സ് ആണ്. അതും 6-way ഇലക്ട്രിക്കൽ സീറ്റ്സ് വിത്ത് ലംബർ സപ്പോർട്ടാണ് വരുന്നത്. സോ നമ്മുടെ ഡ്രൈവ് മോഡ്സിൻ്റെ തൊട്ടിപ്പുറത്തെ ഫംഗ്ഷൻസിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കാണാം, ട്രാക്ഷൻ കൺട്രോൾ ഓൺ ഓഫ് സ്വിച്ച് കാണാം, പാർക്ക് അസിസ്റ്റൻ്റെ സ്വിച്ച് കാണാം, പാർക്കിംഗ് സെൻസേഴ്സിൻ്റെ സ്വിച്ച് കാണാം, ആൻഡ് ഹിൽ ഡിസെൻറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചിങ് കാണാം. ബേസിക്കലി നമ്മളിപ്പോൾ ഒരു സ്ലോപ്പ് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റീപ്പായിട്ടുള്ള ഇറക്കമൊക്കെ ഇറങ്ങി വരുന്ന ഒരു ടൈമാണെങ്കിൽ, ഇൻ കേസ് ഇപ്പം നമുക്ക് ബ്രേക്ക് മീൻസ് ആക്സിലറേഷൻ കൊടുക്കാണ്ട് തന്നെ അത്യാവശ്യം മൂവ്മെൻറ്റ് കിട്ടുന്ന ഒരു പേസ് ആണെങ്കിൽ, ഇപ്പം ഞാൻ ബ്രേക്ക് ചെയ്യുന്നില്ല, ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് വെച്ചേക്കാണ്. സോ വണ്ടി ഓട്ടോമാറ്റിക്കലി എൻജിൻ ബ്രേക്കിംഗ് വെച്ചിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ പോലെ തന്നെ നമ്മുടെ ഒരു ഹിൽ ഹോൾഡ് അസിസ്റ്റൻസും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം ഞാൻ വണ്ടിയിൽ ബ്രേക്സ് അപ്ലൈഡ് അല്ല, ഹിൽ ഹോൾഡിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഹിൽ ഹോൾഡിൽ വരുമ്പോഴത്തേക്കും വണ്ടി ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ചെയ്യും. ഞാനിപ്പോൾ ആക്സിലറേഷനിൽ ടാപ്പ് ചെയ്യുമ്പോൾ മാത്രമേ ഇതേ വണ്ടി ഇങ്ങനെ കയറുള്ളൂ, ഇല്ലെങ്കിൽ ഇതേപോലെ ഹോൾഡ് ആവും, ബാക്കിലേക്ക് റോൾ ബാക്ക് ഉണ്ടാവില്ല. ഇതേപോലെ നമ്മൾ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി കയറി വരും. ഇതിലൊരു അടിപൊളി ഫീച്ചറാണ് ഈ ഒരു 360 സെൻസർ. നമ്മളിപ്പോൾ ഇതേപോലെ കൺജസ്റ്റഡ് ആയിട്ടുള്ള റൂട്ടിൽ കൂടെയൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയുടെ 360 ചെറിയ ചെറിയ ഒബ്ജക്ട്സ് ആണെങ്കിൽ പോലും എന്താണ് നമ്മുടെ വണ്ടിയായിട്ട് അത്രയും ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നതെന്ന് നമുക്കത് ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിച്ച് നമുക്ക് പ്രോപ്പറായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫീച്ചറാണത്. സോ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ചെറിയ കുട്ടികളെ നമ്മൾ ബേബി സീറ്റ്സിൽ ഇരുത്തുമ്പോൾ ആ ബേബി സീറ്റ്സ് നമുക്ക് നമ്മുടെ സീറ്റിൽ മൗണ്ട് ചെയ്യാനുള്ള ഐസോഫിക്സ് മൗണ്ടിങ്സ് നമുക്ക് ഈ സീറ്റ്സ് എക്യുപ്ഡ് ആണ്. സോ ഇതിൻ്റെ അടുത്തൊരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ പനോറമിക് സൺറൂഫാണ്. സോ ഈ സൺറൂഫ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാബിൻ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആണ്, അതുപോലെ നല്ല ഒരു പ്ലസൻറ്റ് ഫീലാണ് ഇതിൻ്റെ അകത്തിരിക്കുമ്പോഴത്തേക്ക്. ഇപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ ഡ്രൈവിംഗ് മോഡ്സ് വരുന്നുണ്ട്. എഫിഷ്യൻസി എന്ന് പറയുന്ന ഡ്രൈവ് മോഡ് വരുന്നുണ്ട്, കംഫേർട്ട് എന്ന് പറഞ്ഞ ഡ്രൈവ് മോഡ് വരുന്നുണ്ട്, ഓട്ടോ എന്ന് പറഞ്ഞ ഡ്രൈവ് മോഡ് വരുന്നുണ്ട്, പിന്നെ ഡൈനാമിക്. ഇതിൽ ഡൈനാമിക് എന്ന് പറയുന്നത് ബേസിക്കലി കുറച്ച് സ്പോർട്ടിയർ ആയിട്ടുള്ള ത്രോട്ടിൽ റെസ്പോൺസ് ആയിരിക്കും ഡൈനാമിക്കിൽ കിട്ടുക. അതേപോലെ നമ്മുടെ സ്റ്റിയറിംഗ് കുറച്ച് സ്റ്റിഫാവും, സസ്പെൻഷനും കുറച്ച് സ്റ്റിഫർ ആയിരിക്കും.
ആൻഡ് നമ്മുടെ കംഫർട്ട് എന്ന് പറയുന്ന മോഡലിലേക്ക് ഇടുമ്പോഴത്തേക്കും സ്റ്റിയറിംഗ് ഭയങ്കര ലൈറ്റ് ആവും, അതേപോലെ തന്നെ സസ്പെൻഷനും ഭയങ്കര സോഫ്റ്റ് ആവും. നമ്മൾ ഒഴുകി പോകുന്ന ഒരു ഫീലായിരിക്കും കംഫർട്ടിൽ കിട്ടുക. ആൻഡ് പിന്നെ ഉള്ളതെന്ന് പറയുന്നത് എഫിഷ്യൻസിയാണ്. എഫിഷ്യൻസി ആ വേർഡ് പറയുന്ന പോലെ തന്നെ, ആ വേർഡ് മീൻ ചെയ്യുന്ന പോലെ തന്നെ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ട് ഉള്ളൊരു ഡ്രൈവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഫിഷ്യൻറ്റ് മോഡ് യൂസ് ചെയ്യുന്നത്. സോ എഫിഷ്യൻറ്റ് മോഡ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ത്രോട്ടിൽ റെസ്പോൺസ് കുറച്ച് കുറവായിരിക്കും. ഹാൻഡ്ലിങ് അപ്പോഴും സോഫ്റ്റ് തന്നെയാണ്. സസ്പെൻഷനിലും ചെറിയൊരു വ്യത്യാസം വരും. ഇത്രയും ആ ഒരു ഫ്ലോയിൽ തന്നെ ആയിരിക്കും വണ്ടി പോവുക. അത്യാവശ്യം നല്ല ഫ്യൂവൽ എഫിഷ്യൻസി ആയിരിക്കും ആ ഒരു ഡ്രൈവ് മോഡ് ഇടുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത്. സോ നമ്മളിപ്പോൾ ഡൈനാമിക് മോഡ് ഇട്ടിട്ടുണ്ട്. നമ്മളിതിപ്പോൾ ചെറിയൊരു സ്പീഡിൽ ഇങ്ങനെ ക്രൂസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ ത്രോട്ടിൽ റെസ്പോൺസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ സ്പോർട്സ് മോഡ് ആസ് ഇൻ ഡൈനാമിക്കിൽ കിടക്കുന്നത്. അപ്പോൾ ഞാൻ ആക്സിലറേഷൻ പ്രസ് ചെയ്യാൻ പോവുകയാണ്. ഇൻസ്റ്റൻറ്റ് റെസ്പോൺസ് ആയിരുന്നു അത്. സോ അത്രയും പവർ ഡെലിവറി കപ്പാസിറ്റി ഉള്ള ഒരു എഞ്ചിനാണ് നമുക്ക് ഇതിനകത്തേക്ക് വരുന്നത്. സോ അത്രയും എന്താ പറയുക, പവർഫുൾ ആയിട്ടുള്ളൊരു പെർഫോമൻസ് തന്നെയാണ് ഇത് കാഴ്ചവെക്കുന്നത്. സോ ഇനി ഇൻഫോർടൈൻമെൻറ്റിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക്, ഇൻഫോർടൈൻമെൻറ്റ് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ് ആപ്പിൾ കാർപ്ലേ ഉള്ളൊരു ഡിവൈസാണ്. നമുക്കിപ്പോൾ ആപ്പിൾ കാർപ്ലേക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ വയേർഡ് ആയിട്ടായിരിക്കും ഇതിൻ്റെ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. ആൻഡ് മാപ്പ് പ്രൊജക്ഷൻസും കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. സോ അങ്ങനത്തെ ഫങ്ഷൻസ് എല്ലാം എനേബിൾഡ് ആയിട്ടുള്ളൊരു ഡിവൈസാണ് നമുക്കിതിൽ ഇൻബിൽട്ട് ആയിട്ട് വരുന്നത്. നമുക്ക് ഈ വണ്ടിയിൽ പാർക്ക് അസിസ്റ്റ് ഫീച്ചറും കൂടി വരുന്നുണ്ട്. ഞാനത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ഈ സൈഡിലായിട്ട് ഇവിടെ ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. രണ്ട് വണ്ടികളുടെ ഇടയിൽ നമുക്കൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഞാൻ സ്റ്റിയർ ചെയ്യാണ്ട് വെഹിക്കിൾ തന്നെ ഡിറ്റക്ട് ചെയ്ത് അത് സ്റ്റിയർ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രണ്ടിലേക്ക് എടുക്കുക. നമ്മുടെ പാർക്ക് അസിസ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, അത് ടാപ്പ് ചെയ്യുന്നു. ടാപ്പ് ചെയ്യുമ്പോൾ വണ്ടി ഇപ്പോൾ ആ സൈഡിലുള്ള ആളാണ് സെൻസ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് ഇപ്പുറത്തേക്കുള്ളത് സെൻസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മളിതിപ്പോൾ സ്കാൻ ചെയ്യുകയാണ്. ഈ ഒരു ഏരിയ സ്കാൻ ചെയ്യുകയാണ്. സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഇത് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് റിവേഴ്സിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ബ്രേക്ക് ടാപ്പ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. കറക്റ്റ് പാർക്കിങ്ങിലേക്കാണ് വണ്ടി കയറുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പാർക്ക് അസിസ്റ്റ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. സോ ഇത്രയും ഫീച്ചറിലോടായിട്ടുള്ള, അതേപോലെ ഇത്രയും അടിപൊളി കണ്ടീഷനിലുള്ള വണ്ടി എക്സ്റ്റൻഡഡ് വാറണ്ടിയും സർവീസ് പാക്കേജും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്. സോ ഇതിൻ്റെ പ്രൈസിങ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ മെൻഷൻ ചെയ്യുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ യു ക്യാൻ കം ആൻഡ് വിസിറ്റ് ലക്സ് മോട്ടോർ. സോ അതേപോലെ തന്നെ ഇങ്ങനത്തെ വണ്ടീനെ പറ്റിയുള്ള അപ്ഡേറ്റ്സും അതേപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺ ടു അവർ ചാനൽ ആൻഡ് സബ്സ്ക്രൈബ്. Until next time, bye-bye.